ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. ഞാൻ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കമുള്ള പ്രധാനപ്പെട്ട ഷോപ്പിംഗ് സ്ട്രീറ്റായ ചിക്പേട്ടിലാണ്. എന്തുകൊണ്ട് ഈ സ്ഥലം സജസ്റ്റ് ചെയ്യണമെന്നും ഇവിടുത്തെ മറ്റ് മാർക്കറ്റുകളായിട്ടുള്ള കമ്പാരിസൺ, പ്രത്യേകത, എങ്ങനെ എത്തിച്ചേരാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട സിഗ്നലിന്റെ റോഡില്ലേ, ആ റോഡിൽ നിന്നാണ് ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിക്പേട്ടിന്റെ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഈ റോഡിൽ രണ്ട് സൈഡിലും ഫുള്ളി ഇലക്ട്രോണിക് ബാറ്ററി ഷോപ്പുകളാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഫസ്റ്റത്തെ 200 മീറ്റർ നമുക്ക് കുറേ ഇടവഴികൾ കാണാം. ആ ഇടവഴികളും ഫുള്ളും ഇലക്ട്രിക് ഷോപ്പിംഗ്, ഇലക്ട്രിക് ബാറ്ററി ഷോപ്പുകളാണ്. ഇതാണ് ഇടവഴികൾ. ഇവിടെ നിന്ന് കുറച്ചും കൂടി ആ മെയിൻ റോഡിൽ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ രണ്ട് സൈഡ് ഇലക്ട്രിക് ഷോപ്പുകൾ കണ്ട് ഇടവഴികളൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു 100-200 മീറ്റർ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇടവഴികളൊക്കെ ഡ്രസ്സിന്റെ ആക്സസറീസിന്റെ ഒക്കെയാണ്, ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഷോപ്പുകളാണ്. അപ്പം അതാണ് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞായറാഴ്ച ഈ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ചില ഷോപ്പുകളൊക്കെ തുറക്കുന്നു പറയുമെങ്കിലും ഞായറാഴ്ച ക്ലോസ്ഡ് ആയിരിക്കും. ഇനി സാരിയുടെ പ്രധാന ഹൈലൈറ്റ് ചെയ്ത മാർക്കറ്റാണ് ചിക്പേട്ട്. ബാംഗ്ലൂരിലെ ഏറ്റവും സാരി വൈബ് അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് സെലക്ഷൻ ഉള്ള മാർക്കറ്റാണ് സാരി എന്ന് പറയുന്നത്, ചിക്പേട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിക്പേട്ടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ സാരി തന്നെയാണ്. സാരി മാത്രമല്ല, ധാവണി, ഈ റെഡിമെയ്ഡ് കളക്ഷന്റെയും മെറ്റീരിയൽസിന്റെയും പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ ഓൺലൈനിൽ നമുക്ക് കാണാറുണ്ട്. നമ്മൾ ബ്രാൻഡഡ് ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ലിമിറ്റഡ് സെലക്ഷൻ ഉള്ളൂ. ഒരുപാട് സെലക്ഷൻ ഉണ്ട്. അതും നല്ല ഫെസ്റ്റീവ് വൈബ് തരുന്ന റെഡിമെയ്ഡ് ബ്ലൗസുകളൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നത്. ഒരു ഊടുവഴി കൂടെ പോകുമ്പോൾ നമുക്ക് സുദർശൻ സിൽക്സ് ആണ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഈ കാണുന്ന കുർത്താസ് കണ്ടില്ല, ഇത് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടുന്നതാണ് വിത്ത് പാന്റ് ഷോളൊക്കെ അടക്കം. സുദർശൻ സിൽക്സിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഈ റോട്ടിൽ കയറാം. ഒരു ഇടവഴി കൂടെ പോകുമ്പോഴാണ് ഇത് കാണാൻ പറ്റുക. അപ്പൊ ഇവിടെയൊക്കെ ഒരു 300 തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആ കുർത്താസ് കിട്ടും. എനിക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലും ഇതുപോലെ ചീപ്പായിട്ട് കിട്ടുമെങ്കിലും ഈ കുർത്താ സെറ്റും ചുരിദാർ സെറ്റുകളൊക്കെ കിട്ടുമെങ്കിലും എനിക്ക് ഇവിടുത്തെ ഭയങ്കര ക്വാളിറ്റി നല്ലതായിട്ട് തോന്നി. ചിക്പേട്ടിൽ നിന്ന് എടുത്ത ഡ്രസ്സുകൾ, ഞാൻ കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിക്പേട്ടിൽ ക്വാളിറ്റി തോന്നി. പക്ഷേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ അത്ര സെലക്ഷൻ ഇല്ല ചുരിദാറിനും മറ്റ് ആക്സസറീസിനും ഒന്നും. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ചില ഊടുവഴിയിൽ ചെറിയ ഇങ്ങനത്തെ റെഡിമെയ്ഡ് ഷോപ്പ് തന്നെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സ്ട്രീറ്റ് ഷോപ്പുകളുടെ കാര്യമാണ്. കുർത്താസിന് പിന്നെ പോകുന്ന വഴിക്കൊക്കെ കമ്മല്, മാല, വള, ഇതിന്റെ ഒക്കെ കളക്ഷൻ കാണാം. നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്മല്, മാല, വളകളാണ് നമ്മൾ വലിയ മോളിൽ നിന്ന് അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ പോകുമ്പോൾ 500-1000 കിട്ടുന്നത്. ഇവിടെ നല്ല ലാഭത്തിന് 100-150 നല്ല അടിപൊളി മാല, കമ്മലൊക്കെ കിട്ടും. പിന്നെ സാരിക്ക് തന്നെ ഡെഡിക്കേറ്റ്, മിക്ക സ്ഥലത്തും സാരിയാണ് ഹൈലൈറ്റ്. സാരി ഒരു ഡെഡിക്കേറ്റഡ് ഒരുപാട് ഷോപ്പുകൾ കാണാം. അവിടെ പോയിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത്, ബാർഗൈനിങ് ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് സാരി മെറ്റീരിയൽസ് അടക്കം കിട്ടും. ഇനി സാരി വേണ്ടാത്തവർക്ക് ധാവണി റെഡിമെയ്ഡ് ഉണ്ട്. സാരി ധാവണി റെഡിമെയ്ഡ് ബ്ലൗസും കിട്ടും. കൂടുതൽ സാരിയുടെ ഷോപ്പാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനേക്കാളും വെച്ച് നോക്കുമ്പോൾ സാരിക്കാണ് ഈ മാർക്കറ്റ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സാരിയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്കൊരു വർഷത്തേക്കുള്ള സാരി എടുത്തിട്ട് പോകാം. പക്ഷെ എനിക്ക് സാരി എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അത്ര സാരി ഫോക്കസ് ചെയ്തില്ല. പക്ഷെ ദിവസം ഒരു സാരി ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ചിക്പേട്ട് തിരഞ്ഞെടുക്കുക. സാരി മാത്രമല്ല, നമുക്ക് ഡെയിലി വേഴ്സ് മാത്രമല്ല, പാർട്ടി ഫംഗ്ഷൻ, നമ്മുടെ നാട്ടിലൊക്കെ 10,000 എബവ് കിട്ടുന്ന ഈ പാർട്ടി വേഴ്സ്, ഫംഗ്ഷണൽ വേഴ്സ് ഒക്കെ ഇവിടെ 2,000-3,000 കിട്ടും. നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ബൾക്കായിട്ട് ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നാട്ടിലെ ബൊട്ടിക്കുകളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു കല്യാണ പാർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. വലിയ ഷോപ്പുകൾ, ഇവിടുത്തെ ബ്രാൻഡഡ് ഷോപ്പുകൾ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഇപ്പം നേരത്തെ കണ്ട സുദർശൻ സിൽക്സ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല. കാരണം അവിടെയൊക്കെ സാധാരണ നാട്ടിലത്തെ പോലെ തന്നെ വിലയാണ്. പക്ഷേ ഇത്തരം ഊടുവഴികളിൽ ഇതുപോലെ കടകളുണ്ട്. പിന്നെ ഇത് നമ്മൾ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒക്കെ നമ്മുടെ അരപ്പട്ട കല്യാണത്തിന് കൊടുക്കാം. അപ്പൊ അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ വെയേഴ്സിന് പറ്റിയ ഫുൾ ഓർണമെന്റ് സെറ്റ്, ചുട്ടി മാട്ടി തലയിൽ നെറ്റിയിൽ വെക്കുന്ന അങ്ങനെ ഫുൾ സെറ്റുകളുടെ ഇങ്ങനത്തെ ഊടുവഴിയിലൊക്കെ ഇങ്ങനത്തെ കളക്ഷൻ ഉണ്ട്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഇത്തരം ആക്സസറീസ് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇത് ഹൽദിയുടെ കളക്ഷനാണ്. അപ്പോൾ കല്യാണത്തിന് വേണ്ട എല്ലാ തല തൊട്ട് താഴെ വരെയുള്ള എല്ലാ ആക്സസറീസ് ഇതുവരെ ഊടുവഴിയിൽ കിട്ടും. ഇതുപോലെ ഊടുവഴിയിൽ ചെറിയ സ്ട്രീറ്റ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങട്ടെ കുർത്ത ഷോപ്പുകളുണ്ട്. ചുരിദാറിന്റെ റെഡിമെയ്ഡ് കളക്ഷന്റെ ഒക്കെ ഷോപ്പുകളുണ്ട്, ചുരിദാറിന്റെ ഫുൾ സെറ്റ് വരുന്നത്. പക്ഷേ സ്ട്രീറ്റ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങണം. ഇങ്ങനത്തെ ഊടുവഴിയിൽ ചെറിയ പോയിന്റിലൊക്കെ കാണാൻ പറ്റും. പിന്നെ ധാവണിയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. ധാവണിക്ക് ഇത്ര റെഡിമെയ്ഡ് കളക്ഷൻസ് ചിക്പേട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ധാവണി, പിന്നെ ബ്ലൗസ്, മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. അപ്പോൾ ഒരു ഫങ്ഷണൽ വേഴ്സിന് വേണ്ട എല്ലാ സംഭവങ്ങളും ചീപ്പായിട്ട് കിട്ടുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് തന്നെ ഇലക്ട്രോണിക്സ്, ബാറ്ററി, പിന്നെ വാൾ ഫ്രെയിംസ്, പൂജ സെറ്റ്, അതൊക്കെ കാണാം. ഇതുപോലെ ഊടുവഴിയിൽ പോകുമ്പോൾ കുട്ടികളുടെ കുഞ്ഞു ഉടുപ്പുകളുടെ കടകൾ നമുക്ക് കാണാൻ പറ്റും. കുട്ടികളുടെ കളക്ഷൻസ്, നല്ല അടിപൊളി ഉടുപ്പുകളുണ്ട്. ചെറിയ ഊടുവഴികൾ, കുറെ കടകളൊന്നും ഇല്ലെങ്കിലും ഒരു ഭാഗത്ത് ഫുള്ള് ചില വഴികളിൽ പോകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ നല്ല അടിപൊളി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കടകൾ നമുക്ക് കാണാൻ പറ്റും.
പിന്നെ ഓരോ ഇടവഴികളിലും പോകുമ്പോൾ നമ്മൾ ശരിക്കും ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഒരു അലൈൻമെൻറ്റ് തന്നെയാണ്. മെയിൻ സ്ട്രീറ്റ് ബ്രാൻഡഡ് ഷോപ്പുകൾ, ഇടവഴികളിൽ ഹോൾസെയിൽ ഷോപ്പുകൾ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അവിടത്തെക്കാളും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പ്രത്യേകിച്ച് മെയിൻ റോഡും ഇങ്ങനത്തെ ഊടുവഴികളൊക്കെ കൺജസ്റ്റഡ് ആണ്. പിന്നെ പോകുമ്പോൾ നമുക്ക് ചുമട്ട് വണ്ടികളൊക്കെ ഈ ഊടുവഴി കൂടെ വന്ന് 2 വീലേഴ്സും വന്ന് നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യണ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിൽ വരെ, തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണിക്ക് വരെ, ഈവനിങ് ഒരിക്കലും വരരുത്. പിന്നെ ശനിയാഴ്ച വരരുത്, ഫെസ്റ്റിവൽ ടൈമിലും വരരുത്. ഞായറാഴ്ച ഇത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അല്ലാത്ത ദിവസം ഫെസ്റ്റിവൽ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഷോപ്പിംഗ് ഒന്നും പറ്റില്ല. പിന്നെ ചെറിയ കുട്ടികളായിട്ടും വരരുത്. ഇത് ഞാൻ മെയിൻ ആ സിഗ്നലിന്റെ റോട്ടിൽ തന്നെയുള്ള പൂജ ഫ്രെയിംസ്, വാൾ ഫ്രെയിംസ് ഒക്കെയാണ് ഇവിടെ. ഇന്നവേഴ്സിന്റെ മെയിൻ ആ സിഗ്നലിന്റെ റോട്ടിൽ, മെയിൻ റോട്ടിൽ ഇന്നവേഴ്സ് ഉണ്ട്. പിന്നെ ജെൻസിന്റെ ഇന്നവേഴ്സ് ഉണ്ട്. ജെൻസിന്റെ ഇന്നവേഴ്സ് മാത്രമേ അവിടെ കിട്ടുള്ളൂ, മറ്റു ഇടവഴികളിലായാലും കിട്ടില്ല. പിന്നെ ബ്രാൻഡഡ് ഷോപ്പുകളിൽ കിട്ടും. ഇതാണ് ആ മെയിൻ സിഗ്നലിന്റെ വഴിയുള്ളത്. ഇവിടെ നിന്നാണ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. BVK അയ്യർ റോഡ് എന്നാണ് ഈ റോഡിന്റെ പേരുള്ളത്. ഞാൻ പറഞ്ഞ ജെൻസിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ജെൻസിന്റെ ഷോപ്പിംഗ് നിങ്ങളോട് എക്സ്പെക്ട് ചെയ്തത് വലിയ കാര്യമായിട്ട്. പിന്നെ പാർക്ക് ചെയ്യേണ്ടത് ഈ സിഗ്നലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പോത്തീസിന്റെ ഷോപ്പ് ഉണ്ട്. പോത്തീസ് സിൽക്ക് സാരീസ്, കെമ്പഗൌഡ റോഡ്, ഗാന്ധിനഗർ എന്നാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടത്. ചിക്പേട്ട് സ്ട്രീറ്റ് മാർക്കറ്റ് ഷോപ്പിംഗ് കൊടുത്താലും പല ഭാഗത്തും വരാം. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്ത് വാഹനങ്ങളായിട്ട് വരാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആ BVK അയ്യർ റോഡിൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഫുഡായാലും ഒരുപാട് ജ്യൂസ്, ചായക്കട, കാപ്പിക്കട ഒക്കെ കാണാം. പക്ഷേ ഇങ്ങനത്തെ ബ്രാൻഡഡ് ഷോപ്പുകൾ കയറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനും കൂടി വലിയ മീൽസ് ഒക്കെ കഴിക്കാം. ഇത് അവിടുത്തെ ചില ബ്രാൻഡഡ് ഷോപ്പുകളാണ്. എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, കാണാത്തവർ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.